ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അതോടൊപ്പം തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഈ 2 അവാർഡുകളും കരസ്ഥമാക്കി മലയോര മേഖലയിലെ സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 5 വിദ്യാർത്ഥികൾ. ഇവർ ഈ അഭിമാന നേട്ടം നമ്മുടെ മലയോര മേഖലയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവധിക്കാലത്ത് എല്ലാ വിദ്യാർത്ഥികളൊക്കെ ഫോണിൻ്റെ പിറകെയും ഒക്കെ പോകുന്ന ഈ ഒരു സമയത്ത് ഈ അവധിക്കാലം, ഈ വെക്കേഷൻ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ മക്കൾ. ഇവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം, ചോദിച്ചറിയാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഡ്രോണൊക്കെ പറത്തലൊക്കെ എവിടെയായി? പറത്തി ഇന്ത്യ കഴിഞ്ഞു, ഏഷ്യ എത്തി. ഇനി അങ്ങോട്ടാ? വേൾഡ്. അടുത്ത വേൾഡ്. നമുക്ക് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഓക്കെ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അതോടൊപ്പം തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയ മക്കളാണിപ്പോൾ ട്രൂ മീഡിയ കേരളയോടൊപ്പം ഉള്ളത്. മോനെ നമസ്കാരം. എന്താ മോൻ്റെ പേര്? മുഹമ്മദ് അസ്ലഹൻ. എവിടെ വീട്? വള്ളിത്തോട്. ഇവിടെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ. ഇപ്പോൾ അവാർഡൊക്കെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ട്രൂ മീഡിയയിലെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കമൊക്കെ? നമ്മൾ ഫസ്റ്റ് ഒരു ഡ്രോൺ ഉണ്ടാക്കിയിരുന്നു. ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ടായിരുന്നു. സോ നമുക്കൊരു ഐഡിയ കിട്ടി നമുക്ക് സ്വന്തം എല്ലാം ഉണ്ടാക്കാം, ഒരു പ്ലെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെക്കേഷൻ ടൈം ആകുമ്പം ഫ്രീ ടൈം ആണല്ലോ, നമ്മൾ പ്ലെയിൻ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തു. ഒരു വർഷം ഉണ്ടാക്കിയത് ഫെയിലായിപ്പോയി. ഒരു വർഷം കൂടി നോക്കി, പിന്നെയും ഫെയിലായതുകൊണ്ട് പിന്നെ നമുക്ക് ഡ്രോണിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഡ്രോണിലേക്ക് നോക്കി. പിന്നെ ഫുൾ കോഡിങ്ങും ഇലക്ട്രോണിക്സും നമ്മൾ തന്നെ ചെയ്തു. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പം ആദ്യം ഉണ്ടാക്കിയത് ഡ്രോൺ ആണല്ലേ? യെസ്. ഇപ്പോൾ ഫ്ലൈറ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തു. ഫ്ലൈറ്റ് അവിടെ പറത്തിച്ച് നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ പറത്തിച്ചു. അതിന്റെ വിഷയമാണ് നമ്മളിപ്പോൾ കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും സപ്പോർട്ട്? കൂട്ടുകാരുടെയും അധ്യാപകരുടെയും വീട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല സപ്പോർട്ട് ആയിരുന്നു. എക്സ്പെഷ്യലി സ്കൂളിന്റെ ഒക്കെ പ്രിൻസിപ്പാളിന്റെ ഒക്കെ സപ്പോർട്ട് നല്ലതായിരുന്നു. 10ാം ക്ലാസ്സിലല്ല പഠിക്കുന്നത്? എന്താണ് മോന്റെ അംബിഷൻ? എന്താണ്? എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണല്ലേ? അപ്പോൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ താല്പര്യം തോന്നാൻ കാരണം എന്താണ്? ആദ്യം ചെയ്യലുണ്ടായിരുന്നു, പിന്നെ സ്കൂളായിരുന്നു സപ്പോർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. 1ാം ക്ലാസ് മുതൽ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്? ആദ്യം മുതൽ? അല്ലേ, 9th വന്നതാണ്. അപ്പോൾ ഗംഭീരമാണ്, അടിപൊളിയാണ്. സ്കൂൾ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അപ്പോൾ ഒരു 5 പേരടങ്ങുന്ന ടീമാണ്. ഇതാ 2ാമത്തെ ആൾ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. എന്താ നമ്മളെ പേര്? എൻ്റെ പേര് ഇവാന. എവിടെ വീട്? എൻ്റെ വീട് പെരുവമ്പറമ്പാണ്. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു അവാർഡൊക്കെ നേടിക്കൊടുത്തു നമ്മുടെ സ്കൂളിന് വേണ്ടി. നിങ്ങൾ അവാർഡ് കരസ്ഥമാക്കി. ഈ ഒരു പ്രയത്നമൊക്കെ എങ്ങനെ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ? പ്രയത്നം ഞങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഇവന്റെ ഹോമിൽ പോയിട്ട് ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്ത് കോഡും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുമായിരുന്നു. അടിപൊളിയായിരുന്നു. അതെ, ഗംഭീരായിരുന്നു. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു സപ്പോർട്ടൊക്കെ നമ്മുടെ വീട്ടുകാരുടെ ആണെങ്കിലും അധ്യാപകരുടെ കൂട്ടുകാരുടെ ഒക്കെ? പാരൻസിന് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു, ടീച്ചേഴ്സും നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. പിന്നെ ബാക്കി എൻ്റെ കുടുംബക്കാരൊക്കെ ആയിട്ട് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. മോളിവിടെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10ലേക്കാണ് ഇനി അല്ലേ? അപ്പോൾ SLCക്ക് ഇനി നല്ല ഗംഭീര മാർക്കൊക്കെ മേടിക്കും. അടിപൊളി. എന്താണ് മോളുടെ അംബിഷൻ? എയറോസ്പേസ് എഞ്ചിനീയറിംഗ്.
രണ്ടുപേരും 5 പേരും അത് തന്നെ ആയിരിക്കും അല്ലേ? അടുത്ത കണ്ടുപിടുത്തം ഏതാ? ഇനി അടുത്തതിന് ഞങ്ങൾ വാച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ, ഉഷാറായിട്ട് പോണു. അതെ, ഉഷാറായിട്ട് പോകും. എന്താണ് പിന്നെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഈ നമ്മൾ ഈ ഡ്രോൺ ഉണ്ടാക്കുകയാണെങ്കിലും ഫ്ലൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ അതൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾ? ഇത് ഞങ്ങൾ 3D പ്രിന്റർ ഞങ്ങൾ ഓർഡർ ചെയ്ത് മേടിക്കായിരുന്നു. അതിൻ്റെ ഫിലമെന്റ് ഐറ്റംസ് ഒക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനിങ്ങനെ നമുക്കിങ്ങനെ കൊടുക്കാം എന്ത് ഐറ്റമാണ് വേണ്ടതെന്ന് അതങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ പ്രിന്റ് ആയിട്ട് നമുക്ക് കിട്ടും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കത് യൂസ് ചെയ്യാം. മൊത്തം എല്ലാ ഐറ്റംസും ഞങ്ങൾ തന്നെ ഉണ്ടാക്കായിരുന്നു. അടിപൊളി. അതെ, വെക്കേഷൻ ഈ ഒരു പരിപാടിയായിരുന്നു അല്ലേ? അതെ, ഞങ്ങൾ മൊത്തം ഈ പരിപാടിയാണ്. അവാർഡിലേക്കൊക്കെ അയക്കണമെന്നൊക്കെ ആരാ പറഞ്ഞു? അവിടെ ഞങ്ങൾ ഈവൻ തീരുമാനിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഇനിയും ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി നമ്മുടെ നാടിന്, നമ്മുടെ മലയോര മേഖലയ്ക്ക് തന്നെ ഒരു അഭിമാനമായി ഈ കുരുന്നുകൾ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്ത ആൾ നമുക്ക് പരിചയപ്പെടാം. ഫെമിനെ, മോൻ എത്ര ക്ലാസ്സിലാ? ഞാൻ 10ലേക്ക്. എവിടെയാണ് നാട്? എവിടെ വീട്? എൻ്റെ വീട് പടിയൂരാണ് അല്ലേ? അങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു അവാർഡൊക്കെ കിട്ടി. ഇന്ത്യ ബുക്ക് ഓഫ് അവാർഡ്, ഏഷ്യ ബുക്ക് ഓഫ് അവാർഡ്. അങ്ങനെയുണ്ട്, നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഇതായിട്ട് അങ്ങ് പോയി. അടിപൊളി. സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ? സപ്പോർട്ട് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി സ്കൂളിൽ നിന്നാണെങ്കിലും സിസ്റ്ററും ടീച്ചേഴ്സും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ പറയുന്നത് കേട്ടു, വിമാനം നമ്മൾ ഈ ഗ്രൗണ്ടിൽ പറത്തിയപ്പം ആദ്യം അത് തകർന്നു പോയി. അപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു? ആദ്യത്തെ അതിലൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രണ്ടാമത് ഒന്നുകൂടി ചെയ്തു, അതും ഇതായി. അങ്ങനെയാണ് നമുക്കെന്നാൽ ഡ്രോണിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഡ്രോണിലോട്ട് മാറാൻ വിചാരിച്ചത്. അപ്പോൾ ഡ്രോണ് സക്സസ് ആയി, നല്ല സന്തോഷമുണ്ട്. ഡ്രോൺ ഏകദേശം നിങ്ങൾ എത്ര മിനിറ്റ് പറത്തിയിട്ടുണ്ടാവും? അത് ഒരു 30 മിനിറ്റോളം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പറത്തിയിട്ടുണ്ടല്ലേ? അപ്പോൾ അടിപൊളിയായിരുന്നു. അതെ. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി അല്ലേ? കേട്ടോ, ഇനിയിപ്പോൾ ഡ്രോണിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഈ മക്കളെ വിളിച്ചാൽ മതി. സെൻറ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മക്കൾ. അപ്പോൾ നല്ല അവാർഡുകളൊക്കെ കരസ്ഥമാക്കി വളരെ സന്തോഷത്തിലാണുള്ളത്. അതോടൊപ്പം തന്നെ SLCക്ക് നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ സ്കൂളിൽ. അപ്പോൾ തുടർന്ന് ഇനി അങ്ങനെ സംഭവിക്കട്ടെ. എന്താണ് മോൻ്റെ അംബിഷൻ? എൻ്റെ അംബിഷനും ഇത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. അപ്പോൾ മോൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ്. ഓക്കെ. എന്താ നമ്മളെ പേര്? സെലിൻ. എവിടെ വീട്? മണിക്കടവ്. ഇവിടെ എത്ര ക്ലാസ്സിലാണ്? ഇനി 9th. ഇനി 9th. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു അവാർഡൊക്കെ കരസ്ഥമാക്കി? എങ്ങനെയുണ്ട് നമ്മുടെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും അധ്യാപകരുടെ ഒക്കെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ? വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമ്മുടെ പ്രിൻസിപ്പളാണ്, സിസ്റ്റർ മിനി വർഗീസ് ആണ്. സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഡ്രോൺ പറത്തിക്കോളാൻ ഞങ്ങൾക്ക് ഒരു അനുവാദം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു, പാരൻസ് നല്ല സപ്പോർട്ടായിരുന്നു, നമ്മുടെ നാട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഒരുപാട് അഭിനന്ദിച്ചു, കുറേ പേര് കോൾ ചെയ്തു. വളരെ സന്തോഷം. ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഈ ഒരു അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ അപ്ലൈ ചെയ്തു, പക്ഷെ ഇത് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ സന്തോഷമായി. ഒത്തിരി സന്തോഷം. എന്താണ് മോളുടെ ഒരു അംബിഷൻ, ആഗ്രഹം എന്താണ്? എയറോസ്പേസ് തന്നെയാണ് എല്ലാവരും. അത് ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കാം. അടുത്തൊരാൾ കൂടി ഉണ്ട്, നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. എന്താ മോന്റെ പേര്? സാവിയോ. ഞാനിപ്പോ നിൽക്കാം അല്ലേ? എന്താ മോന്റെ വീട്? എൻ്റെ വീട് മണിക്കട തന്നെ. സിസ്റ്ററാണ് അല്ലേ? അപ്പോൾ ചേട്ടനും അനിയത്തിയൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ ഗംഭീരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറു പ്രായത്തിൽ തന്നെ. അപ്പോൾ എങ്ങനെയുണ്ട് മോനെ? അവാർഡൊക്കെ കിട്ടി, വളരെ സന്തോഷം. എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇത് അവധിക്കാലത്ത് നമ്മൾ മൊബൈലിലേക്കാണ് ഇപ്പോൾ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വെറുതെ പുറത്തിറങ്ങാനും അവധിക്കാലം ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് ഇത്രയും വലിയൊരു അവാർഡിലേക്ക് എത്തിയപ്പോൾ വളരെ സന്തോഷം. അടിപൊളി. അതെ, എല്ലാവരും തന്നെ ഇതിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പറയേണ്ട കുറേ വാക്കുകളുണ്ട്. പ്രത്യേകിച്ച് ആദ്യം തന്നെ പറയേണ്ടത് നമ്മുടെ സിസ്റ്റർ മിനി വർഗീസിനെയാണ്, പ്രിൻസിപ്പാൾ. അതെ, പിന്നെ ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചു. അടിപൊളിയാണ്. അതെ, ഗംഭീരമാണ്. അങ്ങനെ ഈ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ മക്കള്? കലോത്സവത്തിൽ ഏത് ഐറ്റത്തിലാണ് പങ്കെടുക്കാറ്? ഞാൻ കഥാപ്രസംഗത്തിലായിരുന്നു. കഥാപ്രസംഗം, ഹാർമോണിയം ചെയ്യുന്നു. നിങ്ങള് പാട്ടൊക്കെ പാടും അല്ലേ മക്കള്? കലോത്സവങ്ങളിൽ സ്കിറ്റ്, നാടകം. അപ്പോൾ പഠനത്തിലുള്ള ഉഷാറാണ്. അപ്പോൾ ഈ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തിൽ മാത്രമല്ല കണ്ടുപിടുത്തങ്ങളിലും അതോടൊപ്പം തന്നെ കലാരംഗത്തും കായിക രംഗത്തും ഒക്കെ നല്ല മികവ് പുലർത്തുന്ന മക്കളാണ് ഇപ്പോൾ ട്രൂ മീഡിയ കേരളയോടൊപ്പം ഉള്ളത്. സെൻറ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് 2 അവാർഡുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. മക്കൾ സ്കൂളിൻ്റെ ഒരു നിലവാരം എത്രത്തോളം മലയോര മേഖലയിൽ നിന്ന് പുറം ലോകത്തെത്തിക്കാൻ കഴിയും എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് നമ്മുടെ ഈ മക്കൾ. അപ്പോൾ ആരാ നമ്മളെ ട്രൂ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി കണ്ടുപിടുത്തം കഴിഞ്ഞില്ലേ ഒരു പാട്ടൊക്കെ പാടിത്തരുന്നത്? മേലെ മേലെ മാനം
അപ്പോൾ നമ്മുടെ മക്കളുടെ വിശേഷങ്ങൾ, ഇതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് മക്കളുള്ളത്. അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ പ്രിൻസിപ്പാളാണ്, മിനി സിസ്റ്ററാണ്. സിസ്റ്ററെ വളരെ സന്തോഷമാണ്, ഒത്തിരി ഒത്തിരി സന്തോഷം. സ്കൂളൊരു അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ 5 കുട്ടികളിൽ നിന്ന്. അല്ലേ? ഐ ഫീൽ വെരി പ്രൗഡ്. ഒരു അഭിമാനമല്ല, 2 അഭിമാനം നേട്ടം. 2 അഭിമാനമാണ്. ഏഷ്യ ബുക്ക് ഓഫ്, ഇന്ത്യ ബുക്ക് ഓഫ്, അല്ലേ? അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? എൻ്റെ കുട്ടികൾ ഇത്രയും വളർന്നു എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു. കാരണം അവരുടെ ആ ഹോളിഡേ ടൈം നല്ല ടൈമായിട്ട് അവർ സ്പെൻഡ് ചെയ്ത്, ഇപ്പോഴത്തെ ഒരു കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് മറ്റുള്ള പല പരിപാടികളൊക്കെ ഏർപ്പെടാമായിരുന്നു. പക്ഷേ അവർ ഈ ഒരു നല്ലൊരു പ്രൊജക്റ്റിന് വേണ്ടി അവർ സമയം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അവർ സക്സസ്ഫുള്ളായി. അത് സ്കൂളിൻ്റെയും ഞങ്ങൾ പേരൻസിൻ്റെയും കടവിൻ്റെയും കണ്ണൂരിൻ്റെയും ഒരു അഭിമാനമാണ്, മലയോരത്തിൻ്റെ അഭിമാനമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാനും ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുമുള്ള ആ സാഹചര്യം ദൈവം ഞങ്ങൾക്ക് ഒരുക്കുന്നതിന് ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പം കുട്ടികളൊക്കെ ഒരു മൊബൈൽ ഫോണിൻ്റെ പിറകെ ഓടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, വെക്കേഷനിലൊക്കെ ഗെയിമും കളിച്ചൊക്കെ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ മക്കൾ നല്ല ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ ആയി, ഡ്രോണ്, വിമാനം ഒക്കെ ആയി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വളർന്നു വരുന്ന പുതുതലമുറയോട് സിസ്റ്റർക്ക് എന്ത് ആണ് മെസ്സേജ് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, അവർക്ക് ഒത്തിരി ക്രിയേറ്റിവിറ്റി ഉണ്ട്, അവർക്ക് ഒത്തിരി കഴിവുകളുണ്ട്. ആ കഴിവുകൾ മൊബൈലിൽ കൂടി തന്നെ, ആ മൊബൈൽ യൂസ് അല്ലാതെ ഇങ്ങനെയുള്ള നല്ല കാര്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് സൊസൈറ്റിയിൽ ഒരു നല്ല ആൾക്കാരാകാൻ പറ്റും. അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് അവർക്ക് വേൾഡിന് കൊടുക്കാൻ പറ്റും. കാരണം പിള്ളേർ ഇങ്ങനെയുള്ള കഴിവുകളിലൂടെ അവർ ലോകത്തെ അവർ തന്നെ അറിയിക്കുവാണ്. ആ ഒരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ അവർ വളർന്നു വരിക. അതുപോലെ തന്നെ പേരൻസിനും ടീച്ചേഴ്സിനും അവരുടെ തന്നെ കമ്പാനിയൻസിനും നല്ലൊരു പ്രൗഡ് മൊമെൻ്റാണ്. അതുപോലെ തന്നെ ഈ നിമിഷം ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത അവരുടെ പേരൻസിനും, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ ഒരു മാസം എനിക്ക് തോന്നുന്നു ഇവരുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ പേരൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു സപ്പോർട്ടാണ് അവർ പേരൻസ് കൊടുത്തത്. അതിൽ ഞാൻ നല്ലൊരു അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്, ഐ ഫീൽ വെരി പ്രൗഡ് ടു ബി ദെയർ ഹെഡ് മിസ്ട്രസ് ഓർ പ്രിൻസിപ്പൾ ഓഫ് ദ സ്കൂൾ. ഓക്കെ, 2 അഭിമാന നേട്ടങ്ങളാണ് 5 കുട്ടികൾ സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇവിടെ വരുന്ന പുതുതായി വരുന്ന കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഇവിടുന്ന് പഠിച്ച് പുതു മേഖലകൾ തിരഞ്ഞെടുത്ത് പോയവർക്കൊക്കെ ഒരു അഭിമാന നേട്ടം തന്നെയാണ് നമ്മുടെ ഈ ഒരു മക്കളിവിടെ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ടീം ട്രൂ മീഡിയ. ജീവനിൽ കിനാവു തന്ന കൺമണി നീയെങ്കിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാരിൽ കേടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി. Education is not just about books. It's about building character, confidence, and a bright future. At St. John Baptist EMHSS, we believe every child is unique. With experienced teachers, modern classrooms, and a caring environment, we nurture young minds to dream big and achieve more. From strong academics and creative arts to sports, technology, and life skills, we focus on all-round development. A safe campus, value-based education, and personal attention for every student make St. John Baptist EMHSS a second home for your child. Admissions are now open. Give your child the best foundation for a successful tomorrow. Contact 9495 373804.